ടെന്നീസിയയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ സംഘടിപ്പിച്ച ഓണം മഹോത്സവം 2025 സംഘടന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ഗംഭീരമായി. ക്യാൻ വോളണ്ടിയർമാർ സ്വന്തമായി തയ്യാറാക്കിയ 24ഓളം വിഭവങ്ങൾ വാഴയിലയിൽ വിളമ്പി സ്വാദിഷ്ടമായ ഓണസദ്യയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിമയുടെയും പുലികളിയുടെയും അകമ്പടിയോടെ മഹാബലിയെ ഘോഷയാത്രയായി വരവേറ്റു. അതോടൊപ്പം ക്യാനിന്റെ സ്വന്തം കലാകാരന്മാർ അതിമനോഹരമായ ചെണ്ടമേളവും വേദിയിൽ അവതരിപ്പിച്ചു. തുടർന്ന് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നടനും മുൻ കേന്ദ്രമന്ത്രിയുമായ മുഖ്യാതിഥി ഡി നെപ്പോളിയൻ നിർവഹിച്ചു. ക്യാൻ കഴിഞ്ഞ കാലയളവിൽ ടെന്നീസി സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നൽകിയ അമൂല്യമായ സംഭാവനകൾ മുൻനിർത്തി ടെന്നീസി സ്റ്റേറ്റ് സെനറ്റ് സെപ്റ്റംബർ 13 കേരള ദിനമായി പ്രഖ്യാപിച്ചതിന്റെ വിളംബരം ടെന്നീസി സ്റ്റേറ്റ് അസംബ്ലി റെപ്രസെന്റേറ്റീവ് മൈക്ക് സ്പാർക്ക് നിർവഹിച്ചു. പ്രശസ്ത ദക്ഷിണേന്ത്യൻ സിനിമ പിന്നണി ഗായിക ലതാ കൃഷ്ണയും സംസാരിച്ചു. മഹാബലിയും വിശിഷ്ടാതിഥികളും ക്യാൻ ഭരണസമിതി അംഗങ്ങളും ചേർന്ന് നിലവിളക്ക് കൊളുത്തിയാണ് ഔപചാരികമായി പരിപാടികൾ ആരംഭിച്ചത്. ക്യാൻ പ്രസിഡന്റ് ഷിബു പിള്ള അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ശങ്കർ മന സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ സുശീല സോമരാജൻ നന്ദിയും രേഖപ്പെടുത്തി. ക്യാനിലെ അംഗങ്ങളുടെ സർഗവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രസിദ്ധീകരിക്കുന്ന കാഞ്ചനത്തിലെ യൂത്ത് എഡിഷൻ യുവം മാസികയുടെ ഔദ്യോഗിക പ്രകാശനവും തദവസരത്തിൽ ഡി നെപ്പോളിയൻ നിർവഹിച്ചു. ക്യാൻ അംഗങ്ങളുടെ മക്കൾക്കായി നൽകുന്ന അക്കാദമിക് സ്കോളർഷിപ്പും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു. തുടർന്ന് ക്യാന്റെ സ്വന്തം കലാകാരന്മാർ പാട്ടുകൾ, നൃത്തനൃത്യങ്ങൾ, ഉപകരണ സംഗീതം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ വളരെ ആകർഷകമായി അവതരിപ്പിച്ചു. വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച കേരളീയം പരിപാടിയും കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. അതോടൊപ്പം സിനിമാ പിന്നണി ഗായിക ലതാ കൃഷ്ണയും സംഘവും നയിച്ച അതിമനോഹരമായ സംഗീത വിരുന്നും അരങ്ങേറി. അംഗങ്ങളുടെ കൂട്ടായ്മയിൽ തയ്യാറാക്കിയ ഓണപ്പൂക്കളവും ആനയുടെ ഒത്ത രൂപത്തിലുള്ള ഫോട്ടോ ബൂത്തും ഊഞ്ഞാൽ എന്നിവയും ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ പ്രത്യേക ആകർഷണീയതകളായിരുന്നു.